ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ശ്രീ ശാരദാംബികായെ നമസ്കരിച്ചുകൊണ്ട് ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിൽജി അവർക്ക്, അഡ്മിൻ പാനലംഗങ്ങൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന മഹത് വ്യക്തികൾ, പഠിതാക്കളായ ആത്മമിത്രങ്ങൾ, കുഞ്ഞുമക്കൾ ഏവർക്കും ഗുരുദേവനാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് മിഥുനമാസം 18-ാം തീയതി നമ്മുടെ ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കുടുംബത്തിൽ മേടമാസത്തിലെ തിരുച്ചതയം മുതൽ സമാരംഭിച്ച 100 ദിവസ പൂജാസമർപ്പണം ഇന്ന് 61-ാം ദിവസം. ഇന്നത്തെ പൂജാസമർപ്പണം ഭദ്രകാളീഷ്ടകം 3-ാം ശ്ലോകം വിശകലനം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഗുരുവിന് അറിയാത്ത യാതൊന്നും തന്നെ ഇല്ല. ഗുരു സർവജ്ഞനാണ്. ഗുരുവിനോട് അടുത്തിടപെട്ട സംസാരിച്ചിട്ടുള്ള ബുദ്ധിമാന്മാർക്കെല്ലാം അത് അനുഭവമായിട്ടുണ്ട്. ഗുരുദേവൻ്റെ ആദർശങ്ങളും ഉപദേശങ്ങളുമെല്ലാം ഗുരു സ്വയം രചിച്ച പദ്യകൃതികളിലാണ് പ്രധാനമായും നൽകപ്പെട്ടിട്ടുള്ളത്. അവയെല്ലാം ഏറ്റവും പരിശുദ്ധമായ ഒരു ഹൃദയത്തിൽ നിന്നും യാതൊരു കലർപ്പുമില്ലാതെ നേരെ മുളച്ചുണ്ടായവയാണ്. ബുദ്ധിമാന്മാർ ഈ കൃതികൾ സൂക്ഷ്മദൃഷ്ട്യാ പഠിച്ചാൽ ഗുരുവിൻ്റെ മഹത്വം ഗ്രഹിക്കാൻ വേറെ വഴി അന്വേഷിക്കേണ്ടതില്ല. ലോകോദ്ധാരണത്തിനുതകുന്ന സകല ശക്തികളും ആത്മവീര്യവും അറിവും സമ്പാദിക്കാനായി ഗുരുദേവൻ കുട്ടിക്കാലം മുതൽക്ക് ശ്രദ്ധാപൂർവം യത്നിച്ചിരുന്നു. അതിനെ തുടർന്ന് തപസ് ചെയ്ത് ആത്മസാക്ഷാത്കാരം കൈവരുത്തി പിന്നീട് അനാചാര മാമൂലുകളിലും ജാതിമത ഭ്രാന്തികളിലും നിന്ന് ജനങ്ങളെ അകറ്റി ജനങ്ങളെ ഉദ്ധരിക്കുവാനായി ഗുരു 31-ാമത്തെ വയസ്സിൽ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്വസാന്നിധ്യം മാത്രം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യക്ക് മിക്കവാറും സ്വാതന്ത്ര്യം സിദ്ധിച്ചതോടുകൂടി ഗുരുദേവൻ്റെ ആദർശങ്ങൾ നടപ്പിൽ വരുത്താനെന്ന പോലെ ഗുരു സ്നേഹിച്ചു വന്ന അധകൃതരിൽപ്പെട്ട ഒരു മഹാനെ തന്നെ, അത് ശ്രീ അംബേദ്കർ, പ്രത്യേകം നിയോഗിച്ചു. ഭരണനിയമങ്ങൾ എഴുതിയുണ്ടാക്കിച്ചു. ഗുരുദേവൻ്റെ ആദർശങ്ങളും ഉപദേശങ്ങളും നടപ്പിൽ വരുത്താതെ ഭാരതത്തിൽ ക്ഷേമം അസാധ്യമാണെന്ന് ധരിച്ചുകൊണ്ടെന്ന പോലെ അംബേദ്കർ കരുതലായി തന്നെ നിയമങ്ങൾ സൃഷ്ടിച്ചു. രാക്ഷസീയമായ അനാചാര മാമൂലുകളിലും ജാതിമത വ്യത്യാസങ്ങളും പാടെ വിഭാടനം ചെയ്യുന്നതിന് അനുകരിക്കേണ്ടത് ആരെയാണെന്നോ അവലംബിക്കേണ്ട മാർഗം എന്താണെന്നോ ഭാരതീയ നേതാക്കൾ ഇതേവരെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. മേൽപ്പറഞ്ഞ ഭ്രാന്തികളെല്ലാം വേരോടെ പിഴുതുമാറ്റി ഏകജാതി മത സിദ്ധാന്തത്തെ ലോകത്ത് സ്ഥാപിച്ച് സമാധാനവും ശാന്തിയും സംരക്ഷിക്കാനായി അവതരിച്ച ഒരു മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നോ അതിലേക്കായി സൃഷ്ടിക്കപ്പെട്ട സംഘടനകളാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും ശ്രീനാരായണ ധർമ്മസംഘവും എന്നോ ഇന്ത്യ ഗവൺമെൻറ്റും വിദൂര രാജ്യങ്ങളും നമ്മുടെ നാട്ടുകാർ തന്നെയും ഇതേവരെ വേണ്ടപോലെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മഹാൻ്റെ മനസ്സ് സകല ഭൗതിക ശക്തികളുടെയും സകല മനസ്സുകളുടെയും ഒരു കേന്ദ്രസ്ഥാനമായി വർത്തിക്കുന്നതുകൊണ്ട് അതിന് വിദ്യുച്ഛക്തിയേക്കാൾ ക്ഷണത്തിൽ എവിടെ വ്യാപിക്കുന്നതിനും അകലെയുള്ള ഹൃദയങ്ങളിൽ പ്രേരണ നൽകുന്നതിനും കഴിയും. പൊതു നന്മയ്ക്കു വേണ്ടി ഒരു യഥാർത്ഥ യോഗി ആത്മാർത്ഥമായി എന്തെങ്കിലും കൽപ്പിച്ചാൽ അതിനനുസരിച്ച് അത് എത്ര അകലെയുള്ള ഹൃദയങ്ങളിലും പ്രേരണ നൽകി അതിനെ പ്രവൃത്തി പന്ഥാവിലേക്ക് തിരിച്ചുവിടുന്നു. ഗുരുദേവൻ എന്തെങ്കിലും സങ്കല്പിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്താൽ അത് എത്ര ദീർഘകാലം ചെന്നാലും നടക്കാതിരിക്കുകയില്ല. എന്തെങ്കിലും ഒന്ന് സങ്കല്പിച്ചാൽ അത് ഹൃദയങ്ങളിൽ ചലനമുണ്ടാക്കി പ്രകൃതിയ എന്നപോലെ അവരെ അത് നടപ്പിലാക്കാൻ ഉത്സുകരാക്കി തീർക്കും. എത്ര വിപ്ലവാത്മകമായ പ്രവൃത്തി ഗുരുദേവൻ ചെയ്താലും ആർക്കും
അതിനെ തടഞ്ഞു നിർത്താൻ കഴിയാതെ ഗുരുവിൻ്റെ സങ്കല്പ പ്രവാഹത്തിൽപ്പെട്ട് അറിയാതെ ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഭദ്രകാളിഷ്ടവും 3-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. ഫലശ്രുതി അടക്കം 9 ശ്ലോകങ്ങളുള്ള ഭദ്രകാളി കീർത്തനമാണ് ഇത്. ആദ്യത്തെ 8 ശ്ലോകവും ശ്രീ ഭദ്രകാളി ഭജേ എന്ന് അവസാനിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ ഭദ്രകാളിയുടെ വിശേഷണമായി ദ്വിതീയൈകവചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. 7-ാം പദ്യം ദൂരീകുർവീ ദേവി ഘോരദുരിതം എന്ന ഗർഭിതവാക്യത്തിൽ അവസാനിക്കുന്നു. ഫലശ്രുതിയായ 9-ാം പദ്യത്തിൽ ഘടന വ്യത്യസ്തമാണ്. 7-ാം പദ്യത്തിലെ നാഭീകൂപ സരോജ എന്നതിന് ശേഷം 3 അക്ഷരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് കാന്തിവി എന്ന് പൂരിപ്പിച്ചിരിക്കുന്നു. വ്യാസ, ഭാസ, കാളിദാസ, ശങ്കരാചാര്യരുടെ കൃതികളെ അതിശയിക്കുന്ന കാവ്യഭംഗിയും അലങ്കാര സുഷമയും ഈ കൃതിയിലുടനീളം കാണാം. 1884 ആണിത് രചിച്ചത് എന്ന് കരുതപ്പെടുന്നു. 3-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ബാലാർക്കായുധകോടിപാസുര കിരീടാമുക്തമുക്താളക ശ്രേണീ നിന്ദിതവാസികാമരുസരോജ കാഞ്ചലോരു ശ്രിയം വീണാവാദന കൗശലാശയശയ ശ്രീ ആനന്ദസന്ദായിനി അംബാമംബുജലോചനാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ. 10,000 കോടി ബാലാർക്കന്മാരുടെ ശോഭയുള്ള കിരീടം മനോഹരമായ കുറുനിരകളിൽ അമ്മ അണിഞ്ഞിരിക്കുന്നു. സൗരഭ്യമുള്ള അമരസരോജത്തിൻ്റെ അല്ലികളുടെ ശോഭയെ നിന്ദിക്കുന്ന സൗന്ദര്യം അതുകൊണ്ട് സംജാതമായിരിക്കുന്നു. വീണ വായിക്കാൻ ചാതുര്യമുള്ള ശ്രീയുക്തമായ കൈകൊണ്ട് അവൾ ആനന്ദം നൽകുന്നു. അങ്ങനെയൊക്കെ ഉള്ളവളും താമരയുടെ ഇതൾ പോലെ നീണ്ട കണ്ണുകളോടു കൂടിയവളും ആയ അമ്മയെ ഞാൻ നിത്യവും ഭജിക്കുന്നു. ഈ ശ്ലോകത്തിൽ ദേവിയുടെ മുഖകാന്തിയാണ് ആദ്യമായി വർണ്ണിച്ചിരിക്കുന്നത്. 2 ഘടകങ്ങളിൽ ആണിതിൽ പ്രധാനം. ഒന്ന് കിരീടവും മറ്റൊന്ന് കുറുനിരയും. അനേക കോടി സൂര്യന്മാരുടെ പ്രകാശം ഉൾക്കൊള്ളുന്നതാണ് കിരീടം. നെറ്റിത്തടത്തിൽ കിരീടത്തിന് താഴെ ചിതറിക്കിടക്കുന്നവയാണ് കുറുനിരകൾ. അവ നിന്ദ്യമായ സംസാര കാനനം മുറിച്ചു തള്ളാനുള്ള വളഞ്ഞ കത്തികൾ പോലെ ശോഭിച്ചു. അതുപോലെ മരുസരസിലെ ജലപ്പരപ്പിൻ്റെ വർദ്ധിച്ച കാന്തിയും കുറുനിരയ്ക്കുണ്ടായിരുന്നു. സൂര്യപ്രഭ തട്ടിയാണല്ലോ മരുവിൽ സരസിൻ്റെ ഉണ്ടാക്കുന്നത്. സരസിൻ്റെ ഉപരിതലം ചെറു കല്ലോലങ്ങളെ കൊണ്ടിളകുന്നത് പോലെ കാണപ്പെടും. ഇവിടെ കിരീടമാകുന്ന സൂര്യൻ്റെ കാന്തി തട്ടിത്തിളങ്ങുന്ന നെറ്റിത്തടമാണ് മരുസരസിൻ്റെ തോന്നലുളവാക്കുന്നത്. അതിലെ ഉപരിതലത്തിലെ കല്ലോലങ്ങളെപ്പോലെയാണ് കുറുനിര. ശ്ലോകം ഒന്നുകൂടി ആലപിക്കാം. ബാലാർക്കായുധകോടിപാസുര കിരീടാമുക്തമുക്താളക ശ്രേണീ നിന്ദിതവാസികാമരുസരോജ കാഞ്ചലോരു ശ്രിയം വീണാവാദന കൗശലാശയശയ ശ്രീ ആനന്ദസന്ദായിനി അംബാമംബുജലോചനാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ. ഇത്രയും നേരം എന്നെ ശ്രമിച്ച ഏവർക്കും ഗുരുദേവ കൃപാകടാക്ഷം എന്നും എപ്പോഴും ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.